കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് ആരംഭിച്ചു. പ്രതിനിധി സമ്മേളനം CITU അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജീവാസ് മാനസ ഓഡിറ്റോറിയത്തിലെ VS അച്യുതാനന്ദൻ നഗറിലാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് സംസ്ഥാന പ്രസിഡന്റ് P കരുണാകരൻ പതാക ഉയർത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്ന കേന്ദ്രത്തിലെ മോദി സർക്കാരിന്റെ വഴി തന്നെയാണ് കേരളത്തിലെ UDF സർക്കാരിന്റേതെന്ന് ധവളപത്രം തെളിയിക്കുന്നുവെന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CITU അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ് പറഞ്ഞു. വാട്ടർ അതോറിറ്റി, KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ആസ്തിയെക്കുറിച്ച് ധവളപത്രം മൗനം പാലിക്കുകയാണ്. ഫലസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഞാൻ പിന്നാലെ വരാം. കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വാണിജ്യ മേഖലയുടെ സമീകരണം അനുസരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാകുന്നുള്ള തിയറിയാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ OR ഷാജി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച നടന്നു. NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ശശിധരൻ, CITU കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി P മണിമോഹൻ, AKWAO ജനറൽ സെക്രട്ടറി S തമ്പി, NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MV ശശിധരൻ, CITU കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി P മണിമോഹൻ, AKWAPO സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം J മോഹൻകുമാർ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ശനിയാഴ്ച 11:30 ട്രേഡ് യൂണിയൻ സുഹൃത്ത് സമ്മേളനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. യാത്രയയപ്പ് സമ്മേളനം മുൻ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത ശനിയാഴ്ച വൈകുന്നേരം സമ്മേളനം സമാപിക്കും. കൈരളി ന്യൂസ്, കാസർഗോഡ്.